ഹലോ, ഇന്ന് മുകളിൽ പോയി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് വരാവേ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എൻ്റെ സ്റ്റിച്ചിങ് റൂം മുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതാ എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ തന്നെ മെറ്റീരിയലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡയറി, കത്രിക, പിന്നെ ടേപ്പ് അളക്കാനുള്ള അതൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിന്ന് ഇതുവരെ ഞാൻ കട്ട് ചെയ്യാത്തൊരു മോഡലാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ചർ തന്നിട്ടുണ്ട്, അത് ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാവേ. അപ്പോൾ നല്ല ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ്, ഇത് നിങ്ങൾ ഒരുപാട് എടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ നല്ല കോട്ടൻ്റെ നല്ലൊരു മെറ്റീരിയലാണ്, നല്ല അടിപൊളി ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മെറ്റീരിയലായതുകൊണ്ട് പുകഴ്ത്തി പറയല്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഏതായാലും നമുക്കിതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു 3 മീറ്ററാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ബാലൻസ് പീസ് മാറ്റി വയ്ക്കാവേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 3 മീറ്റർ മെറ്റീരിയലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഒരു 3 മീറ്റർ നമുക്ക് എന്തായാലും വേണ്ടി വരുവേ. ഇതിന് ഏകദേശം ആ ഒരു ലെങ്ത് തന്നെ വരുന്നത് 50 ഇഞ്ചിനടുത്താണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ആ ഒരു ടോപ്പിൻ്റെ ഇറക്കം എത്രത്തോളം വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 മീറ്റർ ഇല്ലെങ്കിൽ ഇത് തികയത്തില്ലേ. ഇനി ബാക്കിയുള്ള ഈ മെറ്റീരിയലൊക്കെ നമുക്കൊന്ന് മടക്കി വെച്ചേക്കാവേ. ഇത് മടക്കുന്നതൊക്കെ തന്നെ ഒരു ജോലിയാണ്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് മടക്കി വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു എടുത്ത് വെച്ച മെറ്റീരിയൽ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണമേ. അപ്പോൾ ഇത് 2 മടക്കിലാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഞാനിതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തത്. അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ മടക്കൊക്കെ ശരിയാക്കി തന്നെ ഇട്ട് കൊടുക്കണമേ. ഇതിൽ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് ബാക്ക് പീസുമായിട്ട് കട്ടിങ്ങിൽ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് 2 പീസ് രണ്ടാക്കി തന്നെ ഇട്ട് കൊടുക്കണമേ. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്താണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു 50 ഇഞ്ചിനടുത്താണ് വരുന്നത്. 49 ഇഞ്ചിന് മുകളിലാണ് നമ്മളിതിൻ്റെ എടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു 50 ഇഞ്ചിനടുത്ത്. എന്നിട്ട് ആ ലെങ്ത് നമ്മൾ അടയാളം ചെയ്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിൻ്റെ ആ ഒരു ലെങ്ത് നമ്മൾ എടുത്തത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ആക്കിയേ. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണമേ. ആ ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണമേ. ഈ മെറ്റീരിയലിൻ്റെ ഈ പ്രിൻ്റ് കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ച് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ ഇടവും ഇതുപോലെ ഒരു 5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തത്. അത് കറക്റ്റായിട്ട് ആ താഴ്ഭാഗം വരെയും ഒരുപോലെ തന്നെ 5 ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെ ഒപ്പത്തിൽ മടക്കി ഇടണേ. എന്നിട്ട് ആ ബാക്ക് പീസുമായിട്ട് ഒരുമിച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ആ ഒരു 5 ഇഞ്ച് നോക്കുക വേണ്ട, അത് ഇല്ലാത്തതുപോലെ നമ്മൾ സാധാ നമ്മുടെ ആ ഒരു കുർത്ത കട്ട് ചെയ്യുന്നത് പോലെ ഇതുപോലെ നമ്മുടെ ആ ഒരു ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ ആ ഒരു ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വെയ്സ്റ്റും പിന്നെ ഷേപ്പും കൂടി അടയാളം ചെയ്തിട്ട് നമ്മൾ സാധാ കുർത്തി കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണവേ. അപ്പം ഞാനിതിൽ ആ ഒരു മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് അടയാളം ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ബാക്കി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു വെള്ള പേപ്പറിൽ കാണിച്ചു തരുന്നത്. ആ ഡിസൈൻ അതുപോലെ ആ ഒരു തിക്കായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കാണുമ്പം അത്രയും ഞാൻ പറഞ്ഞു തരുമ്പം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാനിതുപോലെ ഒരു പേപ്പറിലാണ് ബാക്കി കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ആ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുത്തത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ഫ്രണ്ട് പീസിൽ 5 ഇഞ്ച് മടക്കിയതാണ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചേക്കുന്നത്. മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വലിയ അളവുകൾ നിങ്ങൾ ഓർത്ത് വേണം. ഇതിൽ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളേ.
ഇനി ബാക്കി അളവുകളെല്ലാം നമ്മൾ അതിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഇതിലൂടെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ആണെന്ന് തന്നെ നിങ്ങളിത് സങ്കല്പിച്ചോണം. അതുപോലെയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഒപ്പം ഇട്ടിട്ട് നമുക്ക് അതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വെള്ള പേപ്പർ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തി സാധാരണ നമ്മുടെ നോർമൽ ഒരു കുർത്തി അങ്ങനെ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ആ ഡയറക്റ്റ് മെറ്റീരിയലിലോട്ടാണ് ആദ്യം കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പാളിച്ചകൾ വന്നത് കുറച്ചൊരു മിസ്റ്റേക്കായി പോയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പറിലൂടെ കാണിച്ചു തരുന്നത്. എനിക്ക് ആ ഡിസൈൻ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു റിലേ അങ്ങ് പോയി. പിന്നീട് ഞാനത് ഇച്ചിരി പാടുപെട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇതാ അപ്പോൾ ഇങ്ങനെയാണത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതാ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതുപോലെ ആ ഒരു മടക്കിയ വശം നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കണമേ. എന്നിട്ട് ഈ സെൻറ്റർ പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണമേ. പിന്നെ നമ്മൾ ഈ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് ഓരോരുത്തരുടെയും സൈസിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരുവേ. അത് ഇതാ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഇതാ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാറ്റേൺ നമുക്ക് ഏകദേശം റെഡിയാവുമേ. ഇതുപോലെയാണ് നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പം നല്ലതുപോലെ മനസ്സിലായി എന്നാണ് എൻ്റെ ആ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി ഇതിൻ്റെ നെക്ക് കൂടി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ആ ഒരു കട്ടിങ് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെത് കഴിയുവേ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് ആ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനൊരു യു അല്ല വിയും അല്ലാത്തൊരു കഴുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കഴുത്തിന് യു എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിതൊരു യു അല്ല വിയും അല്ലാത്ത കഴുത്തായിട്ടാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇത് ഞാൻ ആ തുണിയിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ എനിക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ സൈഡിലേക്കുള്ള ആ ഡിസൈന് വേണ്ടിയിട്ട് ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുക്കാവേ. അപ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കഴിയും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു പാറ്റേൺ. അപ്പം ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വരുവേ. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒരു ഓപ്പണിങ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുക്കാം. പിന്നെ ഒരു ലേസും നമുക്ക് അറ്റാച്ച് ചെയ്യണം ഇത്രയും ഭാഗത്ത്, കാരണം ആ ഒരു ജോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാവേ. ഇത് ഓവർലാപ്പ് പോലെ വരുന്ന ആ ഒരു മോഡലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ. നമ്മൾ മെയിൻ ക്ലോത്തിൽ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ തികയാത്ത സ്ലീവുകളൊക്കെ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ എനിക്കിവിടെ ആ ഒരു നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻറ്റിനനുസരിച്ചുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു 16-15 ഇഞ്ചെങ്ങാണ്ടാണ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ലെങ്തിൽ ഞാൻ ആ സ്ലീവ് നോർമൽ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ മുഴുക്കാതൊക്കെ സ്ലീവ് വരുവാണെങ്കിൽ ഇറക്കം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ കട്ടിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി താഴേക്ക് ഇതുപോലെ ആ ഒരു ഡിസൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡിസൈൻ നമ്മൾ താഴേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുഴിയിലേക്കും തുണി കുറച്ചുകൂടി നമുക്ക് തികയാഴികയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ആം ഹോൾ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാവേ.
എന്താ ഇത്രയും പീസാണ് നമ്മുടെ കൈക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് വെച്ച് കെട്ടി വെച്ചേക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് അടുത്ത ഒരു പാർട്ടായിട്ട് കാണാം. ഇത് തന്നെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എല്ലാം കൂടി പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.